കോൺഗ്രസ് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് ശശി തരൂരിന്റെ പോരാട്ടം. നേതാക്കൾ ഒന്നാകെ തരൂരിനെതിരെ രംഗത്ത് വന്നിട്ടും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചും പോരാടാൻ ഉറപ്പിച്ചു തന്നെയാണ് തരൂർ മുന്നോട്ട്. തലക്കെട്ടുകൾ. ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട്, നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞു. പോരാടാൻ ഉറപ്പിച്ച് ശശി തരൂർ പറഞ്ഞതിൽ തിരുത്തില്ല, തരൂരും UDF-ഉം നേർക്കുനേർ. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല, വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നല്ലത് കണ്ടാൽ അംഗീകരിക്കണമെന്നും തരൂരിന്റെ മനസ്സിൽ എന്തെന്നറിയാൻ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. തരൂരിനോട് കടുത്ത അമർഷത്തിൽ നേതാക്കൾ. വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് ചേർന്ന പ്രവർത്തനമല്ലെന്ന് MM ഹസൻ. അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. K. കരുണാകരനാണ് വികസനം കൊണ്ടുവന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി. ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾ എണ്ണി മറുപടി. വ്യവസായ ഭൂപടത്തിൽ വമ്പിച്ച മാറ്റം, അതിനുവേണ്ടി അസ്ഥാന്ത പരിശ്രമം നടത്തിയതാണ് ആന്റണി ഗവൺമെൻറ് കാലത്തുള്ള എമർജിംഗ് കേരളയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റും ജിമ്മും എമർജിംഗ് കേരളയും ഒക്കെ. ശശി തരൂർ പറഞ്ഞത് ശരിവെച്ച് EP ജയരാജനും AK ബാലനും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ദുരന്ത കാരണമായത് അനിയന്ത്രിതമായ ജനത്തിരക്ക്. മരിച്ച 18 പേരിൽ 5 പേർ കുട്ടികളും 9 പേർ സ്ത്രീകളും. അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും മഹാകുംഭമേളയ്ക്ക് പോയവർ. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. നെഹ്റു സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുമെന്ന് സൂചന നൽകി PMA സലാം. അഭിപ്രായം News 18 അഭിമുഖത്തിൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, സമയമാകുമ്പോൾ പറയാനുള്ളത് പറയും. ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ PK ഫിറോസിനെ തള്ളിയും സലാം. സിനിമാ നിർമ്മാതാക്കളുടെ തർക്കം പരിഹരിക്കാൻ ശ്രമം തുടരുന്നു. ജൂൺ 30-ന് സമരം തുടങ്ങുന്നതിലും അഭിപ്രായ ഐക്യമില്ല. താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി. അക്രമം തുടർന്ന് പടയപ്പ. മൂന്നാർ കനിമലയിൽ ഇന്നലെ രാത്രി ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചു. 2 പേർക്ക് പരുക്ക്. ഇന്ന് രാവിലെ വഴിയോരക്കട തകർത്തു. നിലമ്പൂർ മുത്തേടത്ത് ഭീതി പരത്തി കാട്ടാന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശശി തരൂരും UDF-ഉം നേർക്കുനേർ പോരിലേക്ക്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും UDF കൺവീനറും വാർത്താസമ്മേളനം നടത്തി തരൂരിനെ വിമർശിച്ചപ്പോൾ താൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന മറുചോദ്യവുമായി തരൂരും മാധ്യമങ്ങളെ കണ്ടു. തന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ
രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെൻറ്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെൻറ്റുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെൻറ്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡായ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. ഇന്നലെ രാത്രി നിലപാട് അല്പം മയപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ശശി തരൂർ യുദ്ധത്തിനില്ല എന്ന പ്രതീതി ഉയർന്നിരുന്നു. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ വീണ്ടും ശശി തരൂരിന്റെ പോസ്റ്റ് വന്നു. രണ്ടിലും ഉള്ളടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഇന്ന് UDF കൺവീനറും പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആകെ രണ്ടുപേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും രണ്ടാളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും. നിലപാട് പറയാൻ പ്രവർത്തക സമിതി പദവി തടസ്സമാണെങ്കിൽ അതും വേണ്ട. ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ, മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് താൻ ലേഖനം എഴുതിയത്. അത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കൂടി പരോക്ഷമായി വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം MP. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല, വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ന്യൂസ് 18 തിരുവനന്തപുരം. തരൂരിന്റെ പുകഴ്ത്തൽ ഇടത് കേന്ദ്രങ്ങൾ ആയുധമാക്കുകയാണ്. തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് EP ജയരാജൻ പറഞ്ഞു. തരൂരിനെ പുകഴ്ത്തി AK ബാലനും രംഗത്തെത്തി. തരൂര് പറഞ്ഞതിൽ എന്താ തെറ്റ്? അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിന്റെ ചില നേതാക്കളല്ലേ. ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ്. ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്. കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരാണ് ഈ കാര്യങ്ങൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിൻ്റെ പുരോഗതിയിലും വസ്തുതാപരമായ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കേരളത്തിന് നേട്ടമായി പോകും, അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം, ഓരോ ദിവസം കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇത് തന്നെയാണ് നമ്മളെ കേരളത്തിലെ 2 സഹമന്ത്രിമാരും പറയുന്നത്. അതും ഇതുമായിട്ട് എന്താ വ്യത്യാസം? പിന്നെ എന്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ, ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതന്ന. തരൂരിന്റെ ലക്ഷ്യം എന്തെന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, തരൂരൊട്ടും പുറകോട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റുകളിലും പിന്നീടുള്ള വാർത്താ സമ്മേളനത്തിലുമൊക്കെ അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്. എന്താണ് തരൂർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രധാനം. കോൺഗ്രസിലെ നേതാക്കൾ തുടർച്ചയായി അസംതൃപ്തി വ്യക്തമാക്കിയിട്ടും ലീഗ് കണ്ണുരുട്ടിയിട്ടും എന്തുകൊണ്ടാണ് തരൂർ നിലപാട് മാറ്റാത്തത്? രഞ്ജിത്ത്, തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്ക് മുമ്പിൽ മുട്ടുമടക്കാനില്ല എന്ന് വ്യക്തമാക്കി ഇനിയും താൻ ലേഖനം എഴുതും, കാത്തിരുന്നുകൊള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിലൂടെ തരൂരിന്റെ ലക്ഷ്യം എന്ത് എന്ന ചർച്ചകൾ
കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായിരിക്കുകയാണ്. പല സാധ്യതകളും ചർച്ചകളിൽ നിറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ സാധ്യത, സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറച്ച് അധിക നാളുകളായി അങ്ങനെ ശശി തരൂർ ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് തരൂർ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ സജീവമായി ഇടപെടുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. ആ പദവിയിലിരുന്നുകൊണ്ട് പൊതുസംഘടനാ വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടാകും, അദ്ദേഹത്തിന്റെ നിലപാട് പറയും. അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സംസ്ഥാന കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടനാ തലത്തിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്ക് ശശി തരൂർ തയ്യാറെടുക്കുകയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ലേഖനവും അതിലെ പരാമർശങ്ങളും തുടർന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങളുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പ്രതികരണം. മറ്റൊരു വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണം, ശശി തരൂർ കോൺഗ്രസ് തന്നെ വിടും, പാർട്ടി വിടുന്ന നീക്കങ്ങളുടെ ഭാഗമായി തരൂർ തന്നെ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെയും ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെയും ചൊടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി LDFനെയും BJPയും പുകഴ്ത്തുന്ന ഒരു സമീപനം, അത് വികസനം മുന്നിൽ നിർത്തിക്കൊണ്ട് തരൂർ ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് വിടാനുള്ള ഒരു നീക്കം തന്നെയാണ്. ആ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. മറ്റൊരു വിഭാഗം പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി മത്സര രംഗത്തേക്ക് താനില്ല, പാർലമെന്റിൽ ഇനി മത്സരിക്കാൻ താനില്ല, 2009 മുതൽ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായി താൻ പാർലമെന്റിലുണ്ട്, ഇത് തന്റെ അവസാന അംഗം കുറിക്കലായിരിക്കും എന്ന തരത്തിലൊക്കെ തരൂർ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുമായി ചേർത്ത് വായിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ശശി തരൂർ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്ന പരാമർശത്തിലൂടെ തരൂർ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെയുള്ള ചർച്ചകൾ ഉൾപ്പെടെ കോൺഗ്രസിൽ നടക്കുകയാണ്. പക്ഷേ അപ്പോഴും തരൂർ ക്യാമ്പ് പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം ശശി തരൂരിന്റെ പിന്തുണയുമായി രംഗത്തുണ്ട്. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അവരുടെ നിലപാട് പറയുന്നുണ്ട്. അവർ അസംഘടിതരായതുകൊണ്ടാണ് ഇപ്പോൾ തരൂരിനെതിരെ ഉയരുന്ന ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് മാത്രമല്ല, CPMന്റെയും BJPയുടെയും ഉൾപ്പെടെയുള്ള അനുഭാവമുള്ള പ്രവർത്തകർ തരൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ കൊടി നോക്കേണ്ട കാര്യമില്ല, നയം നോക്കേണ്ട കാര്യമില്ല, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന ഒരു നിലപാട് തരൂർ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു സമൂഹം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന പ്രതീക്ഷയിലാണ് തരൂരിനൊപ്പമുള്ളവർ പങ്കുവെക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിശദീകരണവുമായി ശശി തരൂർ MP താൻ UDFനെയോ ഉമ്മൻചാണ്ടിയെയോ PK കുഞ്ഞാലിക്കുട്ടിയോ മറന്നുകൊണ്ടല്ല അഭിപ്രായ പ്രകടനം നടത്തിയെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ച വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്. CPM അടുത്ത കാലത്ത് വരുത്തിയ നയം മാറ്റത്തിൻ്റെ ഗുണഫലം കേരളത്തിലുണ്ടായെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. സാങ്കേതികവിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞു നിൽക്കുന്ന നിലപാടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ CPM ഉണ്ടായിരുന്നതെന്നും തരൂർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പറഞ്ഞു. മറ്റൊരു വാർത്ത, അത് വളരെ പ്രധാനം തന്നെയാണ്. തരൂർ പൊളിറ്റിക്സ്, തരൂരിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നറിയാനുള്ള ഉറ്റുനോക്കലിലാണ് കേരളം. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ പ്രസ്താവനകൾ മുൻപും പലതവണ തരൂർ നടത്തിയിട്ടുണ്ട്. നോക്കാം തരൂരും വിവാദങ്ങളും. പാർട്ടിയെയും മുന്നണിയെയും തരൂർ പ്രതിസന്ധിയിലാക്കിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കത്തി നിൽക്കുന്ന സമയം, കേരളത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി കൂട്ടായ്മകൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലെത്തിയ തരൂർ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് നിലപാടെടുത്തു. കേരളത്തിൽ ഇടതു വലതു നേതൃത്വങ്ങൾ ഹമാസ് അനുകൂല നിലപാടെടുക്കുമ്പോഴായിരുന്നു ഈ പ്രസ്താവന എന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെയാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് പോലും. പക്ഷേ അതത്ര മോശം ആശയമല്ലെന്ന് പരസ്യമായി പറയാൻ തരൂർ മടിച്ചില്ല. കേരളത്തിൽ LDFും UDFും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം MP കൂടിയായ തരൂർ കേന്ദ്ര തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ചു. തരൂരിന്റെ ഈ നീക്കം വിശദീകരിക്കാൻ കോൺഗ്രസ് പാടുപെട്ടു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. എന്നാൽ തീരുമാനം മികച്ചതെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. പാഠപുസ്തകങ്ങളിലൂടെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്ത സമയം. പക്ഷേ ഗോൾവൽക്കറുടെയും സവർക്കറുടെയും ജീവചരിത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കിയതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റേതാണ് അവസാന വാക്ക്.
സോണിയാഗാന്ധിക്ക് പകരം പുതിയ അധ്യക്ഷനുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചവരുടെ മുൻനിരയിൽ തരൂരുണ്ടായിരുന്നു. തീർന്നില്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തരൂർ ധൈര്യം കാട്ടി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തരൂർ മുമ്പ് പുകഴ്ത്തിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും പിണറായി വിജയനെ വരെ പുകഴ്ത്താനും തരൂർ തയ്യാറായിട്ടുണ്ട്. എതിർചേരിക്ക് ആയുധം നൽകുന്ന ഈ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കമാണിതെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തവണയും തരൂർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും 18 പേർക്ക് ദാരുണാന്ത്യം. കുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ അനിയന്ത്രിത തിരക്കാണ് അപകടത്തിന് കാരണമായത്. ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് തിരക്കനുഭവപ്പെട്ടത്. 10:10 പുറപ്പെടുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറാനായി ഓരോ മിനിറ്റിലും നിരവധി പേരാണ് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പുറപ്പെടേണ്ട സമയം വൈകിയതിനാൽ പ്രയാഗ്രാജ് വഴി കടന്നു പോകുന്ന ഭുവനേശ്വർ രാജധാനിയിലും സ്വതന്ത്ര ജയന്തി എക്സ്പ്രസിലും കയറേണ്ട യാത്രക്കാരും പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. തിരക്ക് കാരണം സ്റ്റെയർ കേസും മേൽപ്പാലവും നിറഞ്ഞു കവിഞ്ഞു. റെയിൽവേയുടെ കണക്ക് പ്രകാരം മണിക്കൂറിൽ 1500 ജനറൽ ടിക്കറ്റുകളാണ് വിറ്റത്. ഇതിനിടെ ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. मैंने ऐसी भीड़ कभी जिंदगी में नहीं देखी. तो ये हमसा हुआ, प्रयागराज स्पेशल भेज रहे थे ये लोग, उसको 12 नंबर से चेंज 16 नंबर कर दिया. 12 नंबर की पब्लिक 16 पे आई और बाहर की पब्लिक जब 16 पे जाने लगी तो एकदम बच गई पब्लिक. एस्केलेटर और जीने पे पब्लिक गिर गई. कुली भाइयों को ठीक पड़ा. कुली भाई दौड़ के आए. पूरे कुली भाइयों ने रास्ता ब्लॉक किया. ब्लॉक करके पब्लिक को रोक के और लाश निकाली. हमने खुद ने एम्बुलेंस में लोड की. 15 हमने लोड किए और आगे पता नहीं है. 15 हमने लोड किए. अरे साहब, खाई जूता पड़ा, खाई कपड़ा पड़ा. पब्लिक भच गई, एकदम दब गई. नीचे पब्लिक दब गई एकदम. എന്നാൽ ഇത്തരമൊരു അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഡൽഹി, ബീഹാർ, ഹരിയാന സ്വദേശികളാണ് മരിച്ചത്. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിതിഗതികൾ ബോധിപ്പിച്ചു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങി. അപകട കാരണം കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ ആവശ്യമായ സജ്ജീകരണം ഒരുക്കാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന വിമർശനവുമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രംഗത്തുവന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച രണ്ടാമത്തെ സംഘത്തിലെ സ്ത്രീകളെ മാത്രം കൈവിലങ്ങിൽ നിന്ന് ഒഴിവാക്കി US. 116 ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ട് ഇന്നലെ പഞ്ചാബിലെ അമൃത്സറിലെത്തിയ വിമാനത്തിലാണ് സ്ത്രീകളെ കൈവിലങ്ങുകളിൽ നിന്നും ഒഴിവാക്കിയത്. ഇന്ന് ഇത്തരത്തിലുള്ള കൂടുതൽ പേരെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നാണ് സൂചന. അമേരിക്ക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ രണ്ടാമത്തെ സംഘത്തെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചത്. 65 പഞ്ചാബ് സ്വദേശികളും ഹരിയാനയിൽ നിന്നുള്ള 33 പേരടക്കം 116 പേരുടെ സംഘത്തിലെ സ്ത്രീകളെ മാത്രമാണ് കൈവിലങ്ങിൽ നിന്നും ഒഴിവാക്കിയത്. ഫെബ്രുവരി 5-ന് സ്ത്രീകൾ ഉൾപ്പെടെ 104 അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങുകളും ചങ്ങലകളും ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മാനുഷിക പരിഗണന പോലും നൽകാതെയായിരുന്നു ഇന്ത്യയിലേക്കുള്ള നീണ്ട യാത്രയിൽ ഇന്ത്യക്കാരെ ചങ്ങലയിൽ ബന്ധിച്ചത്. നാട് കടത്തപ്പെടുന്നവരോട് മാന്യമായി പെരുമാറുന്നുവെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ US-ൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം US-ൽ ഇന്ത്യയിൽ നിന്നുള്ള 7,25,000 അനധികൃത കുടിയേറ്റക്കാരുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള കൂടുതൽ സംഘങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 7ാം ദിവസത്തിൽ. കഴിഞ്ഞ ദിവസം ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് 7ാം ദിവസമാണ് ഈ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ചിട്ട്. ഞായറാഴ്ചയായിട്ടും സമരത്തിന് ഇടവേളയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട യാതൊരു കാര്യവും ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ധനവകുപ്പുമായിട്ട് ആലോചിക്കട്ടെ. ഇതായിരുന്നു അവരുടെ സംഭാഷണം. ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടല്ല സംസ്ഥാനം നഷ്ടത്തിലായത്.
ആ കാര്യങ്ങളെ വിശദമായി പരിശോധിച്ചാൽ കൃത്യമായിട്ട് മന്ത്രിക്ക് അറിയാം. ഞങ്ങൾക്ക് 7,000 രൂപ തന്നിട്ടാണോ ഈ സംസ്ഥാനത്ത് കടം വന്നത്? മന്ത്രിയുടെ വീട്ടില് കുട്ടികൾക്ക് മിഠായി വാങ്ങുന്ന, മധുരപലഹാരം വാങ്ങുന്ന കാശ് പോലും ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണ് കടം വന്നതെന്ന് മന്ത്രി പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ എങ്ങനെയായിരിക്കും തുടർന്നുള്ള പ്രതിഷേധം? എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഡിമാൻഡ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് പടിക്കല് ഇവിടെ വന്ന് കിടക്കുന്ന, ഇന്നലെ 2 പേർക്ക് സുഖമില്ലാതെ പോയിരിക്കുകയാണ്. അവര് എന്നിട്ടും ഇവിടെ വന്നു. ഈ ഞങ്ങൾ മാനദണ്ഡങ്ങൾ വെട്ടിക്കുറയ്ക്കുക, ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ തരിക, വിരമിക്കൽ പ്രായം നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റ് ആയിരുന്നു. അത് നിരുപാധികം ആ ഉത്തരവ് പിൻവലിക്കണം. ഓക്കെ, ആ ഉറച്ച വാക്കുകൾ പോലെ തന്നെയാണ് തീരുമാനവും. അതുകൊണ്ട് തന്നെയാണ് 7ാം ദിവസവും ആ സമരം കൂടുതൽ ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആരോഗ്യമന്ത്രിക്ക് മുമ്പിൽ അവർ മുമ്പോട്ട് വെക്കുന്ന ന്യായമായ ആവശ്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന സമരം 7ാം ദിവസവും തുടരുന്നത്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനെന്നും രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശമാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെന്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം. സംസ്ഥാനത്തിന്റെ ഷെയർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ്. അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് ഉയർത്തിയിട്ട്, അപ്പൊ ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം കേന്ദ്രം നൽകുന്നത് 2,000 രൂപയാണ്. അപ്പോ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനെന്ന് മുസ്ലിം ലീഗ്. UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല തീരുമാനിക്കുക. ലീഗിന് പറയാനുള്ളത് സമയമാകുമ്പോൾ പറയുമെന്നും PMA സലാം Q18 പറഞ്ഞു. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ഇത് അറിഞ്ഞ് ചെയ്യട്ടെ. ഇപ്പോൾ അങ്ങനെയാണോ ലീഗ് മനസ്സിൽ വിചാരിക്കുന്നത്? തർക്കത്തിന് ഞങ്ങളില്ല, പക്ഷെ കോൺഗ്രസ് ഇത് അറിഞ്ഞു ചെയ്യട്ടെ. ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം, അത് കോൺഗ്രസ് അറിഞ്ഞ് ചെയ്യണം. അങ്ങനെ ലീഗ് ആഗ്രഹിക്കുന്നു. അത് ആ ഒരു മര്യാദയാണോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എല്ലാ ഘടകകക്ഷികളും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെയുള്ള എല്ലാ ഘടകകക്ഷികളും പരസ്പരം ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പൊതു അഭിപ്രായം എന്താണോ അതിനോടൊപ്പം ലീഗ് നിൽക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചലിൽ VHSC വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് നാളെ സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പരാതി. ക്ലർക്ക് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിലെ ക്ലർക്ക് സനൽകുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് മരിച്ച എബ്രഹാം ബെൻസന്റെ കുടുംബത്തിന്റെ ആവശ്യം. സനലിന്റെ മോശം പെരുമാറ്റമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹപാഠികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. VHSC ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സനലിനെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇയാൾ ഒളിവിലാണ്. നിലവിൽ ആരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടില്ല. നാളെ സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. നേരത്തെ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിലും സനൽ മോശമായി പെരുമാറിയതായുള്ള വിവരം പുറത്തുവന്നിരുന്നു. സനലിനെതിരെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക റിപ്പോർട്ട് നൽകിയത്. സനലിനെതിരെ പോലീസ് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് BJP പ്രാദേശിക നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മൂന്നാറിൽ വാഹനങ്ങളെ വിടാതെ പിന്തുടർന്ന് പടയപ്പ. കന്നിമലയിൽ പടയപ്പയുടെ ആക്രമണത്തിൽ 2 ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. മാട്ടുപ്പെട്ടിയിൽ വഴിയോരക്കടയും പടയപ്പ തകർത്തു. മതപ്പാടിലായ പടയപ്പ പരാക്രമം തുടരുകയാണ്. രാത്രി 10:30 മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ കന്നിമലയ്ക്ക് സമീപമാണ് പടയപ്പ ഇറങ്ങിയത്. കന്നിമല സ്വദേശികളായ ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ആന ആക്രമിച്ചു.
ഇരുവർക്കും പരുക്കുണ്ട്. அவங்களுக்கு அடிபட்டு முடியாத பட்சத்துக்கு எந்திரிச்சு நடக்க முடியாது. தகுந்த சிகிச்சைகளை அவங்களுக்கு எடுத்து கொடுக்கணும். அவங்களுக்குள்ள உத்தரவாதங்களை அரசாங்கமும் இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே എടുത്ത് செஞ்சு നല്ല വിധത്തിൽ കൊണ്ടുവരണം. തുടർന്ന് അരമണിക്കൂറോളം ആന അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി. രാവിലെ 7 മണിയോടെ മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോരത്തെ കട തകർത്തു. RRT സംഘം എത്തിയാണ് ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തിയത്. കഴിഞ്ഞ ദിവസവും ആന വാഹനങ്ങൾ ആക്രമിച്ചിരുന്നു. മതപ്പാടിലുള്ള പടയപ്പയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് 5 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനാകുന്നില്ല. ന്യൂസ് 18 ഇടുക്കി. സിനിമാ നിർമ്മാതാക്കൾക്കിടയിലെ തർക്കത്തിൽ മഞ്ഞുരുക്കമായില്ല. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ പോര് പിന്നണിയിലും തുടരുകയാണ്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പിയും രംഗത്തെത്തി. അതേസമയം സമരം തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആന്റണി പെരുമ്പാവൂർ, ജി സുരേഷ് കുമാർ തർക്കം തീർക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ പലതും നടന്നു. പക്ഷേ മഞ്ഞുരുക്കമായില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ ഇടപെടലുകളും ഫലം കാണുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് ജി സുരേഷ് കുമാറിന്റെ നീക്കം. പരസ്യ പ്രതികരണമില്ലെങ്കിലും മോഹൻലാൽ വിവാദത്തിൽ ഇടപെട്ടതിലടക്കമുള്ള കടുത്ത അതൃപ്തി സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ യോഗത്തിൽ അറിയിച്ചു. അതേസമയം സുരേഷ് കുമാറിന്റെ പരാമർശം തെറ്റെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. ധാരണയില്ലാതെ പറഞ്ഞത് പിൻവലിക്കണമെന്ന ആവശ്യം സുരേഷ് അംഗീകരിച്ചില്ല. സുരേഷ് തിരുത്തുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉറപ്പും ലംഘിക്കപ്പെട്ടെന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട്. സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ഉന്നയിച്ചു തുടങ്ങിയ തർക്കം സംഘടനയ്ക്കുള്ളിലേക്ക് ബാധിച്ചുവെന്നതാണ് നിലവിലെ സ്ഥിതി. സംഘടനയിലെ തർക്കം തീർക്കണമോ അതോ സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ചർച്ചയാക്കണമോ എന്നതാണ് നിർമ്മാതാക്കളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തത് തന്നെയാണ് സിനിമയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ കൂടി പുറത്തുവരുന്നതോടെ സിനിമാ നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഇതിനിടെ നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. നിർമ്മാതാക്കൾ തൊഴിലാളിയും അഭിനേതാക്കൾ മുതലാളിയും എന്നതാണ് സ്ഥിതിയെന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ന്യൂസ് 18 കൊച്ചി. ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ്. ബാങ്കിൽ കവർച്ച നടത്തിയത് മലയാളി തന്നെ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. നാട്ടുകാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ കവർച്ച നടത്തിയത് മലയാളി തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ്. ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾ തന്നെയാകാം മോഷണം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. അതിനാൽ അന്വേഷണം പ്രദേശവാസികളിലേക്കും വ്യാപിപ്പിച്ചു. അതേസമയം മോഷ്ടാവെത്തിയ ബൈക്കിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച ആദ്യ വിവരം. പ്രതി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാഹചര്യവും പോലീസ് തള്ളിക്കളയുന്നില്ല. ബാങ്കിനുള്ളിൽ നിന്നും പ്രതിക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരുടെ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണ്. ബാങ്ക് കൗണ്ടറിൽ 47 ലക്ഷം രൂപയുണ്ടായിട്ടും 5 ലക്ഷത്തിന്റെ 3 കെട്ട് മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. കൂടുതൽ പണം എടുക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതിരുന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. KK ശൈലജയ്ക്കെതിരായ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് മുസ്ലിം ലീഗ് നേതാവിന് പിഴശിക്ഷ. TH അസ്ലമിനെയാണ് തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. UDF ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമാണ് അസ്ലം. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് ശൈലജ പറഞ്ഞെന്നായിരുന്നു വ്യാജ വീഡിയോ. വിവാദങ്ങൾക്കൊടുവിൽ ആത്മകഥ പുറത്തിറക്കാനൊരുങ്ങി EP ജയരാജൻ. പുസ്തകം ഏപ്രിലിൽ പുറത്തിറക്കുമെന്ന് ജയരാജൻ വ്യക്തമാക്കി. പുതിയ പ്രസാധകരുമായി സംസാരിച്ചുവെന്നും CPIM പാർട്ടി കോൺഗ്രസിന് ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെ. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടിച്ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും ചർച്ചയാകും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,890, പവന് 63,120. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,590, പവന് 51,920. വെള്ളി ഗ്രാമിന് 106, കിലോയ്ക്ക് 1,06,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. സകലമാന കേരളം കാണാം. ഹരി ചേരും.